നമ്മൾ കഴിഞ്ഞ ആഴ്ച തുടർമാനമായിട്ട് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രണ്ടാമധ്യായം 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യവും 27-ാം വാക്യവുമൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് പകൽനേരം നമുക്ക് സ്വതന്ത്രം ഇതേ അധ്യായത്തിൽ നിന്ന് തന്നെ നമുക്ക് മറ്റ് ഒരു വിഷയം കൂടെ നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നിന്ന് തന്നെ 1-ാം ലേഖനത്തിൽ നിന്ന് തന്നെ അതിൻ്റെ 4-ാം അധ്യായം സ്വതന്ത്രം അതിൻ്റെ സ്വതന്ത്രം 13-ഉം 14-ഉം സ്വതന്ത്രം ഒന്ന് വായിക്കാം. 13-ാം വാക്യം ഇങ്ങനെയാണ്: നാം അവനിലും അവൻ നമ്മിലും എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. പിതാവ് പുത്രനെ ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറയുന്നു. യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, ആമേൻ, സ്തോത്രം, നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. ദൈവത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്ന ദൈവത്തിൽ വസിക്കുന്നു. ദൈവം അവനിൽ വസിക്കുന്നു. അടുത്തത്, ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ നാം ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല. ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ആമേൻ. നമ്മൾ വായിച്ച ഈ ഭാഗങ്ങൾ, നമ്മൾ ഈ യോഹന്നാൻ എഴുതിയ ലേഖനം എന്ന് പറയുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ സഭയെക്കുറിച്ച്, ദൈവസഭയോട് എഴുതുന്ന വ്യത്യസ്തമായ വിഷയങ്ങളാണ് യഥാർത്ഥത്തിൽ ലേഖനത്തിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നത്. ഈ 4-ാം അധ്യായം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യോഹന്നാൻ ഇവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ നാം വിവേചിക്കണം, ആത്മാക്കളെ ശോധന ചെയ്യണമെന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഈ വായിച്ചത്. അതായത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ അകത്ത് ദൈവം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു വരമാണ് വിവേചന വരം എന്ന് പറയുന്നത്. വിവേചന വരം നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്നെങ്കിൽ നമുക്ക് ദൈവം നൽകുന്ന അധികാരമെന്ന് പറയുന്നത് ഏതൊരു വ്യക്തിയെയും നാം വിവേചിച്ചു മനസ്സിലാക്കണം. ഈ വ്യക്തി ദൈവത്തിൽ നിന്നാണോ എന്ന് നാം വിവേചിച്ച് മനസ്സിലാക്കണം. ഇതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തിലേക്കൊന്ന് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ വായിച്ച ഭാഗം ഇതാണ്. അതിൻ്റെ 13 മുതൽ നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൽ വസിക്കുക, അല്ലെങ്കിൽ നാം അവനിലും അവൻ നമ്മളിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു വ്യക്തിക്ക് പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നവന് മാത്രമാണ് പറയുവാൻ സാധിക്കുന്നത് ഞാൻ ദൈവത്തിൽ വസിക്കുന്നു എന്ന് മാത്രം. അല്ലാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയാൻ സാധിക്കത്തില്ല. കർത്താവിന്റെ നാമത്തെ നാവിലെടുക്കുകയും കർത്താവിന്റെ നാമത്തെ പ്രതി പല കാര്യങ്ങൾ ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് വസിക്കുന്നവർ മാത്രമാണ് ദൈവത്തിൽ വസിക്കുന്നത് എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവാസം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് ജീവിക്കുക എന്നുള്ളൊരു കാര്യം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിന്റെ ഗൗരവം തിരിച്ചറിയുന്ന വ്യക്തിക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതം ഗുണകരമാകുകയുള്ളൂ, അത് വളരെ മധുരകരമാകുകയുള്ളൂ. ആമേൻ. ഈ വായിച്ച വാക്യം നമ്മൾ ഒന്നും കൂടെ നോക്കുമ്പോൾ, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നതെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. അപ്പോ ദൈവം തന്നത് തൻ്റെ ആത്മാവിനെയാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന വ്യക്തിക്ക് പറയുവാൻ സാധിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു, ഞാൻ ദൈവ പൈതലാണ്, അവൻ എന്നെ സ്നേഹിക്കുന്നു. നാം എങ്ങനെയാ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് അറിയുന്നത്? എങ്ങനെ അറിയുന്നത് എങ്ങനെയാണ്? ലോകര് പറയും എനിക്ക് വീട് കിട്ടിയത് കൊണ്ടാണ് ദൈവം എന്നെ സ്നേഹിച്ചത്,
അല്ലെ എനിക്ക് നല്ലൊരു ജോലി തന്നുകൊണ്ടാണ് ദൈവം എന്നെ സ്നേഹിച്ചേ, അല്ലെ കടഭാരമില്ലാതെ മുമ്പോട്ട് പോകുന്നതാണ് ദൈവം എന്നെ സ്നേഹിച്ചേ, അല്ലെ രോഗമില്ലാത്ത അവസ്ഥയാണ് ദൈവം എന്നെ സ്നേഹിച്ചേ. ഞാനൊരു കാര്യം പറയാം, അതൊന്നും ദൈവത്തിന്റെ വചനം പറയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് തന്റെ ആത്മാവിനെ ആരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നുവോ അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരാണ്. ദൈവത്തിന്റെ അഭിഷേകം ആരിൽ വസിക്കുന്നുവോ അവരാണ് ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നവർ, അവരാണ് ദൈവത്താൽ നടത്തപ്പെടുന്നവർ. ഈ വചനം പറയുമ്പോൾ ഒരു കാര്യം പറയാം, നമ്മുടെ പ്രതിസന്ധികളുടെ നടുവില നാം ജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനെ നടത്തപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ ജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ആമേൻ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, അതിന്റെ 2-ാം അധ്യായം സ്തോത്രം അതിന്റെ 12-ാം വാക്യം വായിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് വായിക്കാൻ പറ്റുമോ? 1 യോഹന്നാൻ 2:12. കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്റെ അല്ല അവന്റെ നാമം. ശരിയായിട്ട് വായിക്കുന്നാലും വായിച്ചേ. ആ, അവന്റെ നാമനിമിത്തം. അപ്പോൾ ശ്രദ്ധിക്കണം, പാപങ്ങൾ മോചിച്ചിരിക്കാൻ. ശ്രദ്ധിക്കണം, ഇത് ആർക്കാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്? പാപമോചനം ലഭിച്ചു എന്ന ഉൾബോധം പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചവർക്കാണ് ദൈവവചനം എഴുതപ്പെട്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ പുസ്തകം 350 രൂപയോ 150 രൂപയോ കൊടുത്ത് മേടിച്ചാൽ കിട്ടുന്ന BSIയുടെ ബൈബിള് കയ്യിലുണ്ടെന്ന് വെച്ചോണ്ട് ദൈവം നിന്നോട് സംസാരിക്കണമെന്നില്ല. ദൈവം നിന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ പകരപ്പെട്ടതിന്റെ കാരണം എന്റെ പാപത്തെ പരിശുദ്ധൻ പരിഹരിച്ചിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവിനാൽ എന്റെ ആത്മാവിനെ അറിയുമെങ്കിൽ മാത്രമാണ് ഞാൻ ദൈവ വൈതലായി തീരുന്നുള്ളൂ. കരങ്ങൾ ഒരു ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ രക്ഷാ അനുഭവം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. 1-ാമത്തെ വിഷയം പറഞ്ഞു, എന്താണ് വായിച്ചത്? കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അവന്റെ നാമം നിമിത്തം, അവന്റെ നാമനിമിത്തം. അപ്പൊ ആ നാമം എന്ത് ചെയ്തു? ആ നാമം എന്ത് ചെയ്തു? ആ നാമം ചെയ്ത് എന്താന്ന് അവിടെ എഴുതി വെച്ചിട്ടില്ല. ആ നാമം എന്ത് ചെയ്തു എന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോട് ചോദിക്കുമ്പോൾ ദൈവാത്മാവിൽ വിളിച്ചു പറയണം, ആ നാമം കാൽവറിയിൽ എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ആ നാമം എനിക്ക് വേണ്ടി തന്റെ തിരുരക്തം ചിന്തി എനിക്ക് വേണ്ടി അവൻ പകരക്കാരനായി തീർന്നു. ആ നാമം യേശു ക്രിസ്തു എന്ന നാമമാണ്. ഇത് പരിശുദ്ധാത്മാവുള്ളവർക്കേ ഇത് പറയുവാൻ സാധിക്കത്തുള്ളൂ. അല്ലെ എഴുതി വെച്ച് പറയാം, അല്ലെ കേട്ട് കേൾവിയാ പറയാം, ഓർമ്മശക്തി ഉണ്ടേ പറയാം, ഗ്രഹിക്കാനുള്ള ശക്തി ഉണ്ടേ പറയാം. പക്ഷെ അതൊന്നും പരിശുദ്ധാത്മാവിനാലല്ല. ആമേൻ. പരിശുദ്ധാത്മാവിനാൽ അല്ല. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ഈ ഭാഗം നമ്മൾ അടുത്ത 2-3 വാക്യങ്ങൾ വായിച്ചേ. അടുത്തത് പിതാക്കന്മാരെ എങ്ങനെ അറിയും? ആദി മുതലുള്ളവനെ ഞാൻ എങ്ങനെ അറിയും? ബൈബിൾ വായിച്ചാൽ മതിയോ? ബൈബിൾ വായിക്കണം, തീർച്ചയായിട്ടും വായിക്കണം. സ്തോത്രം. ആദി മുതലുള്ളവനെ ഞാൻ എങ്ങനെ അറിയും? അനാദി നിത്യതയിൽ ദൈവസന്നിധിയിൽ തൃത്വത്തിൽ 3-ാമനാകുന്ന പരിശുദ്ധാത്മാവ് സകലത്തും സാക്ഷി നിന്നുകൊണ്ട് തന്റെ ഏകജാത നിമിത്തം സ്വന്തം പിതാവായ ലോകത്തെ സൃഷ്ടിക്കുകയും പുത്രനെ കാലസമ്പൂർണതയിൽ ലോകത്തിൽ വെളിപ്പെടുത്തണമെന്നുള്ള പിതാവിന്റെ പദ്ധതിയെ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഇത്ര ആഴമുള്ള കാര്യം, അതായത് ഒന്നും സൃഷ്ടിക്കാതിരിക്കുമ്പോൾ തന്നെ, സകല ശൂന്യമായിരിക്കുമ്പോൾ തന്നെ ദൈവ സന്നിധിയിൽ തന്റെ കാര്യപരിപാടികളെ സ്വർഗം തുടങ്ങുന്നു എന്നത് പരിശുദ്ധാത്മാവിന്റെ സാക്ഷിയാലാണ് കർത്താവായ ദൈവം സ്വന്തം ലോക സ്ഥാപനത്തിന്റെ പദ്ധതികൾ ആരംഭിക്കുന്നത്. ആ പദ്ധതി ആരംഭിക്കുന്നതിൽ പരിശുദ്ധാത്മാവാണ് സാക്ഷി നിൽക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നെങ്കിൽ ആദി മുതലുള്ളവനെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വസിക്കുന്നവർ കരങ്ങൾ അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് വസിക്കുന്നവർ സ്വന്തം ദൈവത്തിന്റെ ആത്മാവിൽ നടത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടണം. ആമേൻ. അടുത്ത വാക്യം വായിച്ചേ. ആ പിതാക്കന്മാരെ ആദി മുതൽ ഉള്ളവനെ അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് എഴുതുന്നു. അടുത്തത് ബാല്യക്കാരെ. ഇവിടെ ശ്രദ്ധിക്കണം, ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ പിശാചിനോട് കളിക്കാൻ തുടങ്ങും.
കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പിശാചിന്റെ പ്രവർത്തികൾക്കെതിരെ നമ്മൾ പോരാടുവാൻ തുടങ്ങുന്നവർ ദൈവമക്കൾ മാത്രമാണ്. ദൈവമക്കൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നു? ദൈവത്തിന്റെ ആത്മാവ് വസിച്ചുകൊണ്ട് പിശാചിന്റെ പ്രവർത്തികൾക്ക് എതിരായിട്ട് നിൽക്കാൻ തുടങ്ങുകയാണ്. ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവില്ലാത്ത ഒരുവൻ ഒരിക്കലും പാപത്തെ ജയിക്കാൻ കഴിയത്തില്ല. പലവിധ മോഹങ്ങളിൽ കുടുങ്ങി ഇരിക്കുന്ന ഒരുവൻ ഒരിക്കലും പാപത്തെ ജയിക്കാൻ സാധിക്കുന്നില്ല. നമുക്ക് മറ്റൊരു ശക്തി ആവശ്യമാണ്. ആ ശക്തി ലോകത്തിൽ നിന്നുള്ളതാണെങ്കിൽ അത് ഈ പൈശാചിക മണ്ഡലത്തെ ജയിക്കത്തില്ല. എന്നാൽ ഉയരത്തിലെ ശക്തിയാണെങ്കിൽ മാത്രമേ ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ ജയിക്കാൻ ഇടയാവുകയുള്ളൂ. അത് പരിശുദ്ധാത്മാവ് മാത്രമാണ്. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്, പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മളിൽ എന്തൊക്കെ മാറ്റം വരണം. ഒന്നാമത്തെ കാര്യം എന്താണ്? ആദ്യം മുതൽ ഉള്ളവനെ നിങ്ങൾ അറിയണം. അതിനു മുമ്പ് പറഞ്ഞ കാര്യം എന്താണ്? അതിനു മുമ്പ് പറഞ്ഞ കാര്യം നിങ്ങളുടെ പാപം മോചിച്ചിരിക്കാൻ. നമ്മൾക്ക് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്റെ പാപം മോചിച്ചു. എന്നിട്ടാണ് അതിന്റെ അടുത്ത തട്ടാണ് എന്ത്? അടുത്ത ലെവലാണ് എന്ത്? ആദ്യം മുതൽ. അത് കഴിഞ്ഞിട്ട് എന്താണ്? നിങ്ങൾ ബാല്യക്കാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആദ്യം വ്യക്തിപരമായ ജീവിതത്തിൽ രക്ഷാനുഭവം വേണം. എന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് കാൽവറിയിൽ അറുക്കപ്പെട്ടു. ആ നാമം നിമിത്തമാണ് എനിക്ക് പാപമോചനം നൽകിയത്. ആ നാമം സകല നാമങ്ങൾക്കും മീതെയാണെന്ന് സ്വന്തം ഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അടുത്ത ലെവലാകുന്ന സ്തോത്രം. എന്താണ് അടുത്ത ലെവൽ പറഞ്ഞിരിക്കുന്നത്? ആദ്യം മുതൽ ഉള്ളവൻ. ഈ ആത്മാവ് എവിടുന്നാ വന്നേ? ഈ ആത്മാവിന്റെ പദ്ധതി എന്താണ്? ഈ ആത്മാവിനെ അയക്കുവാനുള്ള കാലഘട്ടം ഏതാണ്? ആ കാലഘട്ടം എന്ന് പറയുന്നത് ഒരിക്കലും കാലങ്ങളും സമയങ്ങളും നിലനിൽക്കാത്ത അനാദിയിലാണ്. ഈ ആദിയും അനാദി നിത്യത, ഭാവികാല നിത്യത, പൂർവകാല നിത്യത, ഇതൊക്കെ മനുഷ്യർക്കേ ഉള്ളൂ. കാരണം നമ്മൾ ജഡശരീരത്തോടുകൂടി ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ ആവശ്യമായിരിക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആത്മശരീരം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരിക്കലും പൂർവകാലം ഭാവികാലം എന്ന് പറയേണ്ട ആവശ്യമില്ല. കാര്യം ദൈവം നിത്യനാകയാല സകലതും അവനിൽ വസിക്കുകയാലും താൻ കാലങ്ങൾക്കും സമയങ്ങൾക്കും മീതെയാകയാലും കാലങ്ങളും സമയങ്ങളും തന്റെ കാര്യപദ്ധതിപ്പെട്ടതാകയാലും അവൻ നിത്യനാണ്. അവനെ ഒരിക്കലും ലോകത്തിൽ നാം അറിയുന്ന ഒരു കടങ്ങൾ കൊണ്ട് ഒതുക്കുവാനോ താഴ്ത്തുവാനോ കഴിയത്തില്ല. കാരണം അവൻ ദൈവമാണ്. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവ്. നാം ദൈവം എന്ന് പറയുന്നത് ആരെയാണ്? പിതാവായ ദൈവത്തെയാണ്. പിതാവായ ദൈവമേ നമ്മൾ വിളിക്കുക. ഹല്ലേലൂയ. സഹോദരൻ, വേറെ ഒത്തിരി ഭാഗങ്ങൾ നമ്മൾ സഹോദരൻ ബെനഡിക്ഷൻ അല്ലെങ്കിൽ ആശീർവാദം പറയുന്നത് എന്താണ്? പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. ഇതെവിടെയാ പറയുന്നത്? ഇതെല്ലാ പുസ്തകത്തിൻ്റെ അത് പറയുന്നുണ്ടെങ്കിലും സ്തോത്രം കഴിഞ്ഞ ദിവസം ഞാനൊരു പോകുന്നുണ്ട്, അതിന്റെ ആശീർവാദം എടുത്ത് വായിച്ചതാണ്. ഹല്ലേലൂയ. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനമാണോ നോക്കട്ടെ. ഓ ജീസസ്. അത് തന്നെ 13:14. ഓക്കെ, നമുക്കൊന്ന് വായിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ പ്രാർത്ഥന സിസ്റ്റമാറ്റിക് ആകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ആത്മനിറവിലാകണമെന്നുണ്ടെങ്കിൽ സഹോദരൻ, നമ്മുടെ ഉള്ളിൽ ഈ വെളിപ്പാട്, ഈ ജ്ഞാനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. പുത്രനാകുന്ന യേശു ക്രിസ്തു കൃപയാണ് ചെയ്തത്. ശ്രദ്ധിക്കണം, ആരാണ് ചെയ്യുന്നത്? നമ്മൾ പിതാവേ നീ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിലും വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് യേശുവെ നീ കൃപ ചെയ്യണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കാര്യം ഇവിടെ പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സ്തോത്രം, അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ എന്താണ്? സ്തോത്രം, തന്റെ സ്തോത്രം ഹല്ലേലൂയ ജീവനെ പാപികൾക്ക് മറുവിലയായി നൽകിക്കൊണ്ട് അവരുടെ അകൃത്യം ഒരുവൻ വഹിക്കുകയാണ്. അവൻ പാപികളോട് ചെയ്യുന്ന കനിവും കരുണയുമാണ് അവന്റെ കൃപ എന്ന് പറയുന്നത്. ആ കൃപ പുത്രനാകുന്ന യേശു ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത്. അടുത്തത് എന്താണ് വായിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും അടുത്തത് ദൈവത്തിന്റെ സ്നേഹം. അതാരാ? അതേ ദൈവ
പിതാവായ ദൈവം, നമുക്ക് പലപ്പോഴും സംശയം വരും, പിതാവായ ദൈവത്തിന്റെയാണ് സ്നേഹം. അതെങ്ങനെയാ സ്നേഹം എന്ന് എനിക്ക് അറിയാൻ കഴിയുന്നത്? എങ്ങനെ അറിയാൻ കഴിയുന്നേ? ഇവിടെ മമ്മി ഇരിപ്പുണ്ട്, ഡാഡി ഇരിപ്പുണ്ട്, അല്ലെ? ഞാനിപ്പോ മമ്മിയോട് പറയാ, മമ്മി എനിക്ക് മമ്മിയോട് ഭയങ്കര സ്നേഹമാണ്. അപ്പൊ പറയും എനിക്കും നിന്നോട് ഭയങ്കര സ്നേഹമാണ്. ആ സ്നേഹമാണോ ഇത്? ആ സ്നേഹമല്ല ഇത്. അത് മാനുഷിക സ്നേഹമാണ്. ദൈവസ്നേഹം എന്നതാ അത് നമുക്ക് അറിയാൻ പറ്റും. ദൈവസ്നേഹം എന്നാ നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ പലപ്പോഴും ഇരുന്ന് കരയുകയും കണ്ണുനീര് വാർക്കുകയും ചെയ്യുന്ന ഈ മാനുഷിക സ്നേഹം അകത്ത് കയറുന്നതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ്, അല്ലെ എൻ്റെ പപ്പ എൻ്റെ ഡാഡി എൻ്റെ ഡാഡി. അതല്ല, അത് അല്ല, അത് മാനുഷിക സ്നേഹമാണ്. എന്താണ് ദൈവസ്നേഹം? തൻ്റെ ഏകജാതനെ ലോകത്തിലേക്ക് നൽകി. ആരിലേക്കാണ് അയക്കുന്നത്? കൊടിയ പാപികളുടെ ഇടയിലേക്ക്. അയക്കപ്പെടുന്നവനാകുന്ന യേശു ക്രിസ്തു ദൈവപുത്രന്റെ നീതിയെ ഗ്രഹിക്കുവാനോ അവനെ സ്വീകരിക്കുവാനോ പ്രാപ്തിയില്ലാത്ത പാപ മനുഷ്യരുടെ ഇടയിലേക്കാണ് തൻ്റെ മടിയിലിരുന്ന ഏകജാതനെ താൻ അയക്കുന്നത്. ആരെ കണ്ടിട്ടാണ്? നമ്മെ ഓരോരുത്തരെ കണ്ടിട്ട്. നാം എങ്ങനെയാ? നമ്മൾ ഇങ്ങനെ ആയിരുന്നോ? നാം പാപം മുഴുത്ത് സകല മോഹങ്ങൾക്കനുസരിച്ച് നടന്ന് തെറ്റിപ്പോകുന്ന ആടുകളെ പോലെയായിരുന്നു നാം. നമ്മുടെ ഇടയിലേക്കാണെന്ന് ഓർക്കണം. ഈ ഏകജാതനെ, സ്വർഗത്തിന്റെ സകല മഹത്വങ്ങളെയും സകല ജ്ഞാനത്തെയും പിതാവിന്റെ തിരുഹൃദയത്തിലെ സകല പദ്ധതികളെ അറിയുന്ന ഏകജാതനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ മനസ്സിലാക്കണം, എൻ്റെ പുത്രനെ കാണണം, കരുതണം എന്ന് പറയുവാൻ തക്കവണ്ണം അവനോട് സമനായി നിൽക്കുന്ന തേജസ് പ്രാപിച്ച ഒരുവനും ഭൂമിയിലായിരുന്നു. അതാണ് പിതാവിന്റെ സ്നേഹം. അത് നമുക്ക് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലൈവ് വർഷിപ്പ് സ്വന്തം ഈ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ കാണുമ്പോൾ, യൂട്യൂബിൻ്റെ അകത്തൊക്കെ കാണുമ്പോൾ ഒരു വ്യക്തി എന്ന് അവിടെ ഒരു വ്യക്തി മുട്ടയിൽ നിന്നുകൊണ്ട് കരയുകയാണ്. യേശുവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, കരയുകയാണ്. എന്തുകൊണ്ടാണ് കരയുന്നത് പറയുമ്പോൾ പിന്നെ പറയുമ്പോൾ എൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ എന്നെ നടത്തി അങ്ങനെ ഇങ്ങനെയെന്ന് പറയും. പക്ഷെ ഞാനത് കേട്ടപ്പോൾ എനിക്ക് ചിന്തിച്ചൊരു ഈ ആശീർവാദം എൻ്റെ ഉള്ളിലേക്ക് വന്നു. പിതാവിന്റെ സ്നേഹം മനസ്സിലാക്കിയിട്ടുള്ള കരച്ചിലാണെങ്കിൽ കരയേണ്ട ആവശ്യമില്ല, സന്തോഷിക്കേണ്ട ആവശ്യം. കാര്യം ഞാൻ കരയുകയാണെങ്കിൽ പാപത്തിലിരുന്നാ കരയേണ്ടിയിരുന്നേ. അവിടുന്ന് എന്നെ വിടുവിച്ചെടുത്ത പിതാവിന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഞാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ സ്വർഗത്തിലേക്ക് ഉയർത്തണം. അതുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം. എന്നതാ ഉയരത്തിൽ? അവിടെ ഒന്നും ഇരിപ്പില്ലല്ലോ. നമ്മുടെ ഇതാ ഉയരത്തിലുള്ള ചിന്തിക്കുക. എന്നോട് അവിടെ എന്തെങ്കിലും ഉള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. മറ്റേ വല്ല ഇരിപ്പുണ്ടായിരിക്കും. ഉയരത്തിലുള്ളതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല. അതാണ് ഉയരത്തിലുള്ളത്. അതായത് ഉയരത്തിൽ തന്നെ ഇരിക്കുന്നത്. നമ്മുടെ പലരുടെ അവസ്ഥ ഇതാണ്. ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കണം. എന്നതാ ഉയരത്തിലുള്ള? ഉയരത്തിൽ ദൈവരാജ്യമുണ്ട്, സ്വർഗീയ യെരൂശലേമുണ്ട്, പിന്നെ പിതാവോടെ വസിക്കുന്നു. പിതാവ് എങ്ങനെയാണോ ഇരിക്കുന്നത്, പുത്രൻ എങ്ങനെയാ, അത് നമുക്ക് ഉള്ളിലൊരു ഇമേജ് ഉണ്ട്. എങ്ങനെയാ? രണ്ട് കയ്യിലൊക്കെ തുളയുണ്ട്, ലിപ്സ്റ്റിക് ഇട്ട് മുടിയൊക്കെ നീട്ടി വെച്ച ഒരു വ്യക്തിയിലാണ് നമ്മുടെ ഉള്ളിലുള്ള യേശു. അതവിടെ ഇങ്ങനെ ഇരിക്കുക, എല്ലാവരുടെയും നടുവ് ഇങ്ങനെ സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലേ? അങ്ങനെയാണോ? അങ്ങനെയല്ല. അതൊക്കെ എവിടുന്ന് അറിഞ്ഞാന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശരിയായ രൂപം കാണണോ? നമുക്ക് കാണാം, അല്ലെ? വെളിപ്പാട് പുസ്തകം എടുക്കുക, 1-ാം അധ്യായം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-13 വായിച്ചേ. 13 മുതൽ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യം മുതൽ വായിച്ചോ. നടുവിൽ നീലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച. ഇവിടെ ശ്രദ്ധിക്കട്ടെ, ഇത് മനസ്സിലാക്കണം. ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക് കയറിപ്പോയ ക്രിസ്തുവിന്റെ രൂപമാണ് ഇത് കാണുന്നത്. ഈ രൂപമാണ് നമ്മൾ കാണുന്നതല്ല, നമ്മൾ പടത്തിലുള്ള സാധനത്തിനെ കാണുന്നത്. മനസ്സിലാവുന്നു? നമ്മൾ പടത്തിലുള്ള സാധനമാണ് കാണുന്നത്. ഭയങ്കര എന്ത് ഗ്ലാമറാ അല്ലേ? പൂച്ച കണ്ണ്, നല്ല പുരുകം, നല്ല ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകള്, നല്ല താടി, അല്ലേ? നല്ല ഹൈറ്റ്, സ്കെൽട്ട് ശരീരം. ജീസസ്. ഹല്ലേലൂയ. അതല്ല യേശു. ഹല്ലേലൂയ. സഹോദരൻ, കണ്ടാൽ ആളല്ലാതാകുമാറും വിരൂപമാക്കപ്പെട്ടു. ആർക്കും അവന്റെ മുഖത്ത് നോക്കി ആദരവ് തോന്നില്ല. അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു കണ്ണ് വെട്ടിച്ചു മാറ്റും. കാര്യം മുഴുലോകത്തിന്റെ അകൃത്യം വഹിക്കുന്നവന്റെ രൂപം അത്ര സുഖകരമല്ല കാഴ്ചക്ക്. ചിലരുടെ ഉള്ളിലുള്ള യേശുക്ക് അതാ. മനസ്സിലാകുന്നുണ്ടോ? അതാണ് കർത്താവിനെ കണ്ടത്. മനസ്സിലാക്കണം.
കർത്താവ് സ്തോത്രം തണ്ടും വലിച്ച് നെടുകയുള്ള തൂൺ അവിടെ ഉണ്ട്, എവിടെ? ഗോൽഗോഥയിലുണ്ട്. കുറുകെയുള്ള ആ തണ്ട് തോളത്ത് വെച്ചിട്ടാണ് ഗോൽഗോഥയിലേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്കാണ് ആരെ കാണുന്നതെന്നറിയാവോ? ആരെ? കുറേനക്കാരനായ ശീമോനെ കാണുന്നത്. അവനാരാ? അവൻ അടിമയാണ്. അവനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞു. അപ്പൊ മനസ്സിലാക്കണം, അവൻ വരെ വെറുത്ത് കിടക്കുന്ന വിഷയമായിരുന്നു. ഒരു അടിമയ്ക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല റോമക്കാര് സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ചുമത്തുന്ന ക്രൂശു മരണവും. ആ ക്രൂശും ശപിക്കപ്പെട്ടതാണ്. ആരെങ്കിലും അതിനെ തൊട്ട അത് ശാപമാണെന്ന് യഹൂദന്മാരും വിശ്വസിച്ചു വെച്ചിരിക്കുന്ന അവരുടെ ഇടയിൽ ആ ക്രൂശ് നമുക്ക് അത്ര എളുപ്പമല്ല. മനസ്സിലാവുന്നുണ്ടോ? ആ കുരിശോ ആ കുരിശിന്റെ പദ്ധതികളിലേക്ക് തിരിയുന്ന ഒരുവൻ തുടരുത്, അതിലേക്കൊന്നും പോകാൻ ഇടയാകുന്നത് ശാപമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന യഹൂദന്മാരുടെ ഇടയിൽ അങ്ങനെ അത് ചുമന്നുകൊണ്ടിരിക്കുന്ന ഒരു യഹൂദന്റെ ക്രൂശ് ചുമക്കാൻ അടിമയായിരിക്കുന്ന ഒരുത്തൻ ഇടയായി നോക്കണം. നമ്മളെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന സുഖിക്കുന്ന പരിപാടിയല്ല. ഇതിന് വില കൊടുക്കണം. പലരും തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് വിടക്കം എണ്ണുന്നതിന്റെ നടുവിൽ അതേ പദ്ധതി ചുമക്കുവാൻ പദ്ധതി ഇടുന്നവനെ എത്തിച്ച് അവന് ദൈവത്തിന്റെ മഹത്വം അവന്റെ മേൽ പകരുന്ന പദ്ധതിയാണ് സ്വർഗത്തിലിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് എന്നെ നിങ്ങളെ സ്വർഗം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ രക്ഷാനുഭവം ഇല്ലാതെ വെറുതെ ഓടരുത്. കാണേണ്ടത് കാണണം, ഉയരത്തിലുള്ളത് കാണണം. അപ്പോൾ മനസ്സിലൊന്ന് വായിച്ചേ, സ്വർഗത്തിൽ കർത്താവിനെ എങ്ങനെ യോഹന്നാൻ കണ്ടതെന്ന്. തന്റെ ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന്റെ കൂടെ 3.5 വർഷക്കാലം ഇരുന്ന് ഏറ്റവും ചെറുപ്പക്കാരനും പ്രായത്തിൽ ഏറ്റവും എളുപ്പമുള്ളവനായിരുന്നു ആര്? യോഹന്നാൻ. അവന്റെ നല്ല പ്രായത്തിൽ യേശുവിനെ കണ്ടതാണ്. ആ കർത്താവ്, ആ യോഹന്നാൻ കർത്താവിന്റെ മാറത്തോട് ചാഞ്ഞിരുന്ന വ്യക്തിയാണ്. പല കാര്യങ്ങളും യൂദ വിടക്ക് കാണിച്ചപ്പോഴത്തേനും ഒറ്റിക്കൊടുത്തപ്പോഴൊക്കെയും ശ്രദ്ധിക്കണം, ആ യൂദ വരെയും ആരാണ് കർത്താവെ നിന്നെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നത് പത്രോസ് ആംഗ്യം കാണിച്ചപ്പോൾ കർത്താവിന്റെ മാറോട് ചേർന്നിരുന്ന് കർത്താവെ നീ പറഞ്ഞവൻ ആരാന്ന് ചോദിക്കാനുള്ള ധൈര്യവും ആത്മാവിലുള്ള ഒരു സ്തോത്രം ഐക്യതയും ക്രിസ്തുവിനോടുള്ള സ്നേഹവുമല്ല, അവനോടൊരു ഇന്റിമസി അല്ലേ, ഒരു 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 വളരെ അടുത്തതായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് ആർക്കുണ്ടായിരുന്നു? യോഹന്നാൻ മാത്രമുള്ളായിരുന്നു. ആ യോഹന്നാൻ ആ 3.5 വർഷം കണ്ട ആളെ അല്ല എവിടെ കണ്ടേ? പത്മോസിൽ താൻ ദർശനത്തിങ്കൽ കാണുവാനിടയെ തീർന്നത്. മനസ്സിലാക്കണം, നമ്മുടെ മനസ്സിലുള്ള രൂപവും വെള്ള ഇതും ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടും മുഖവും താടിയും നീണ്ട മുടിയൊക്കെ ആയിട്ട് വരുന്ന യേശു, ആ രൂപമല്ല ദൈവവചനം വെളിപ്പെടുത്തുന്നത്. വായിച്ചേ, ആ വാക്യം വായിച്ചേ. മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രനോട് സദൃശനായ അവനെയും കണ്ടു. ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഇനി രൂപം. അവന്റെ തലയും തലമുടിയും കാരണം ആ കാലഘട്ടത്തിൽ വെളുപ്പ് എന്നത് കാണിക്കാൻ ഏറ്റവും നല്ല ഉദാഹരണം പഞ്ഞിയായിരുന്നു. മഞ്ഞുണ്ട്, പക്ഷെ അതിലും നല്ലപോലെ പഞ്ഞിയായിരുന്നു. പഞ്ഞിക്കൊരു രൂപമുണ്ട്, അതിന് പ്രത്യേക ഒരു രീതിയുണ്ട്. പഞ്ഞി കൂട്ടിയിട്ട് അല്ലേ, അതിൻ്റെ ഒരു രൂപമുണ്ട്. അങ്ങനെയെങ്കിൽ എന്താണ് പറഞ്ഞ? വെളുത്ത വായിച്ചേ, വെളുത്ത പഞ്ഞി പോലെയും വെള്ള എങ്ങനെയാ? ഹിമത്തോളം വെള്ളയാണ്. അടുത്തത് കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത്. ഇതാണ് ആത്മരൂപത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നത് എന്താണ്? കണ്ണെങ്ങനെയാണ്? അഗ്നിജ്വാലയ്ക്ക് ഒത്തതും കാൽ അതായത് മിനിങ്ങി ബ്രോസൻ അല്ലെങ്കിൽ ബ്ലേസ് ചെയ്തൊരു അവസ്ഥയാണ് കാലുകൾ കാണുന്നത്. മിനിങ്ങി നിൽക്കുകയാണ്. നമുക്കറിയാം, ഇരുമ്പൊക്കെ തീയിലേക്ക് ഇട്ട് കുറച്ചിടുമ്പോൾ നമ്മൾ ചുമന്നിട്ട് വേറെ മിനിങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥ കാണാം. ആ രൂപമാണ് അവന്റെ പാപങ്ങൾക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അവന്റെ ശബ്ദം അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയാണ് ക്രിസ്തുവിന്റെ ശബ്ദം. നമ്മൾ കേൾക്കുന്ന സൗണ്ടൊക്കെ വളരെ മൃദുവായിട്ട്. അതാണ് ഇന്ന് കുറെ സമുദായത്തിൽ നമ്മൾ പതുക്കെ മതി, പതുക്കെ. അത് മറ്റൊരു യേശു അവരോട് പറയുകയാണ്, നീ പതുക്കെ പറയടാ, പതുക്കെ പറയടാന്ന് അല്ലെ. എന്നാ കാര്യം അവന്റെ ഉള്ളിൽ നിന്ന് മറ്റേ സാധനം പറയുന്നുണ്ട് അല്ലേ. മനസ്സിലാക്കണം, ഇത് ഭൂമി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
നാം ഇതിന്റെ മറുപുറം കാണുന്നത് കൊണ്ടാണ് നമുക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് അല്ലാത്തത്. ഈ ആത്മാവ് കയറിയവര് ആ ആത്മാവിൽ നടന്നിട്ട് പലതും കേൾക്കുകയും കാണുകയും ചെയ്തിട്ടാ പറഞ്ഞത് ദൈവം എന്നോട് പറഞ്ഞു, ദൈവം എന്നോട്. അപ്പൊ നമ്മൾ സ്തോത്രം പറയരുത്, നമ്മുടെ തലയാട്ടണം, കൊള്ളാം നിന്നോട് പറഞ്ഞ ദൈവത്തെ ഞങ്ങൾക്കും അറിയാമെന്ന് പറയണം. ഏതാ അത്? ഞങ്ങളുടെ ദൈവമല്ല, അത് ഇന്റെ ദൈവം തന്നെയാണ്. അത് അവന്റെ ദൈവം തന്നെ. ശരിയാ, പാപത്തിലിരിക്കുന്നവനെ കൊണ്ട് നടക്കാൻ അവന്റെ സകല ഊടായ്പും ചെയ്തു കൊടുക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് മറ്റൊരു യേശുവാണ്. അത് മറ്റൊരു യേശുവാണ്. അത് ബൈബിൾ പറയുന്ന ക്രിസ്തു അല്ല. ഹല്ലേലൂയ. മനസ്സിലാക്കണം. ആ ക്രിസ്തു ചിലർ ചിന്തിക്കുന്നത് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയ പിന്നെ സ്വഭാവമൊക്കെ മാറി, കർത്താവിന് മാനസാന്തരം വന്നു ചിലർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. കർത്താവിന് ഇവിടെ വന്നപ്പോൾ ഒരു സ്വഭാവം ഭയങ്കര ദേഷ്യവും ബഹളവും വഴക്കും വലിച്ചെറൊക്കെ ആയിരുന്നുള്ള രീതിയിലാണ് ചിലർ. ആ ചാട്ടവും ബഹളം, ഒരു കന്നുകാലിയോ അല്ല ആടിനെയൊക്കെ ഒരു ആലയത്തിന് മുമ്പിൽ കാണുക, പെട്ടെന്ന് സ്വഭാവം മാറുന്ന രീതിയാണ്. ഉയർത്തെഴുന്നേറ്റ് പോയ ആൾക്ക് മാറ്റം വന്നു. ഇതൊക്കെ മറ്റൊരു യേശു പഠിപ്പിക്കുന്നു. മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ അടുത്ത കാണുന്ന കാഴ്ച ശ്രദ്ധിക്കണം. 7 സഭകളോടാണ് സംസാരിക്കുന്നത് അല്ലേ? കർത്താവിന്റെ നിലപാട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാം ചിന്തിക്കും കർത്താവ് നമ്മൾ പ്രതീക്ഷിക്കുന്ന യേശു എന്നാന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും കൂടെ വന്ന് സാരമില്ല 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 എന്ന് പറയുന്ന ഒരു യേശു. അത് മറ്റൊരു യേശു, മറ്റൊരു ആത്മാവാണ് അല്ലേ? ഹല്ലേലൂയ. അത് മറ്റൊരു യേശു, മറ്റൊരു ആത്മാവാണ്. അതെവിടെയാ പറയുന്നേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് സ്വന്തം മറ്റൊരു യേശു, മറ്റൊരു ആത്മാവാണ്. എന്നാ സ്വന്തം തുടർന്ന് വായിച്ചേ. ആമേൻ. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും. ശ്രദ്ധിക്കണം. ആദ്യനും അന്ത്യനും ജീവനുള്ളവനും. ആമേൻ. അപ്പോൾ മറ്റേ സൈഡില് സ്തോത്രം ആദ്യം അന്തമൊന്നും ഇല്ലാത്ത ഒരു പിശാചപ്രതിരിപ്പുണ്ട്. അവന്റെ വാക്ക് കേട്ട് മരിച്ചു കിടക്കുന്നവർ, നിത്യ മരണത്തിന് അർഹരായിരിക്കുന്നവർ അപ്പുറത്ത് കിടപ്പുണ്ട്. നാം സേവിക്കുന്നവൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാണ് നമ്മുടെ ദൈവം. ജീവൻ ഉള്ളവനാണ് നമ്മുടെ കർത്താവ്. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ 4-ാം വാക്യം. നമ്മളിത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വാക്യമാണെങ്കിലും സ്തോത്രം അങ്ങോട്ടൊക്കെ കയറി വരുന്നു. നമ്മൾ ശ്രദ്ധിച്ച ആ വാക്യം. ആമേൻ. സ്തോത്രം. വായിക്കത്തില്ലേ? തമിഴറിയോ? തമിഴറിയത്തില്ല? ആമേൻ. സ്തോത്രം. വായിച്ചേ. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം. ആമേൻ. അതിന്റെ 4-ാം വാക്യം. വായിക്കേ. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശു. അപ്പൊ ഉണ്ട് മറ്റൊരു യേശുവിനെയും. അടുത്തത് പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ. സ്തോത്രം. അവിടെ പറയുന്ന കാര്യം, ഒരുത്തം വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത. ജീവൻ വേണം. നമ്മൾ വായിക്കുകയാണെങ്കിൽ നമുക്കൊരു ജീവനൊക്കെ വേണം. അർത്ഥശൂന്യമായിട്ട് വായിക്കണം. അകത്ത് ഈ രക്ഷാനുഭവം സത്യം അറിയാൻ മേലെ അത് വായന കേൾക്കുമ്പോഴറിയാം ഇവനൊന്നും അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയല്ല, വായിക്കുമ്പോൾ അറിയാം ഈ വ്യക്തിക്ക് കാര്യങ്ങൾ മനസ്സിലായോ. 3 അല്ല 30 വർഷം പോയി ബൈബിൾ കോളേജിൽ പഠിച്ചാലും പരിശുദ്ധാത്മാവില്ല, ഇത് വെറും വേസ്റ്റാ. ആമേൻ. സ്തോത്രം. തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ സ്തോത്രം അവിടെ പറയുന്ന കാര്യം 2 കാര്യമാണ്. സ്തോത്രം. ഒരുത്തം വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറെ ഒരു ആത്മാവെങ്കിലോ നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു. അപ്പൊ ഇത് 3 സാധനമുണ്ട്. മറ്റൊരു യേശു, മറ്റൊരാത്മാവ്, വേറൊരു സുവിശേഷം. ഇത് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തി തിരിച്ചറിയാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ കർത്താവ് നമ്മെ ഉപദേശിച്ച് വഴി നടത്തും. പക്ഷേ നാം ദൈവത്തിന്റെ കൃപയിലാണോ എന്ന് അറിയാൻ 2-3 ടെസ്റ്റ് ഉണ്ട്. അതാണ് നമ്മൾ വായിച്ച യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ച 3-4 കാര്യം. ഒന്നെന്താണ്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ അവന്റെ നാമം നിമിത്തം പാപങ്ങൾ മോഹിച്ചിരിക്കാൻ. ഒറിജിനൽ ആണോ എന്ന് അറിയാൻ എങ്ങനെയാ നീ രക്ഷിക്കപ്പെട്ടെന്ന് ചോദിക്കുമ്പോൾ അടിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. ശ്രദ്ധിച്ചോണം. രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ വ്യക്തി അന്യഭാഷ പറയോ പ്രാർത്ഥിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാക്കണം
അതിൻ്റെ അകത്ത് തെറ്റെന്നാന്ന് ചോദിച്ചാൽ, നീ എങ്ങനെയാണ് ഈ ആത്മാവ് നിന്നിൽ വന്നത് എങ്ങനെയാണെന്ന്, അല്ല വേണ്ട പരിശുദ്ധാത്മാവാണെന്ന് അവകാശം പറയുന്ന നിന്നിൽ വന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണോ എന്ന് ചോദിക്കുമ്പോൾ അതിന് തെളിവ് തരണം. നീ എങ്ങനെയാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി തരുവാൻ പരിശുദ്ധാത്മാവ്, അവനിൽ വസിക്കുന്ന ആത്മാവ് റെഡിയാകുന്നില്ലെങ്കിൽ അത് മറ്റൊരാത്മാവാണ്. മനസ്സിലാകുന്നുണ്ടോ? ഭയങ്കര ശുശ്രൂഷ, എങ്ങനെ രക്ഷിക്കപ്പെട്ടാന്ന് അറിയാൻ മേല. പക്ഷെ നിനക്ക് ഭയങ്കര ശുശ്രൂഷയുണ്ട്. ഇന്ന് ആ ആത്മാവുമായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. വിശ്വാസകോളത്തിൽ മറ്റേ ആത്മാവുമായിട്ട് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. കാര്യം ഇത് ദൈവത്തിൽ നിന്നാണോ എന്ന് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ഈ പുസ്തകം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇത് തുറന്നു വെച്ച് വായിക്കണം. ഇത് വായിച്ച് തന്നെ നീ പ്രസംഗിച്ചാൽ മതി, അത് കേട്ടാ മതി. ഇല്ലെങ്കിൽ എന്നാ അറിയോ, മറ്റൊരാത്മാ ഒരിക്കലും ഇത് തുറക്കത്തില്ല. അവര് വന്ന് നിൽക്കുമ്പോഴേ വിടുതല്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി ഒരു സ്ത്രീ വിഷയത്തിൽ ഒരു വലിയൊരു പ്രവാചകനാണ് ചെന്ന് വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലെ രോഗം വരെ കാണാൻ കഴിയുന്ന ഒരു പ്രവാചകൻ. അപ്പൊ ആരാണ്ട് പറയുക, അങ്ങ് എവിടെ കർണാടകത്തില് മണ്ണിന്റെ അടിയിൽ പോയ അർജുൻ, അവൻ എവിടാ കിടക്കുന്നതെന്ന് ഇങ്ങനോട് ചോദിക്കാൻ പ്രവാചകൻ പറയുമോ? അത് പറയില്ല. അങ്ങനെ അതൊന്നും വെളിപ്പെടില്ല. പുള്ളിക്ക് വെളിപ്പെടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ചോദിക്കുന്ന അത് ദൈവം അവർക്ക് വെളിപ്പെടുത്തി, ഇതേ വെളിപ്പെടുത്തുള്ളൂ. ശരി, ഇവൻ ഈ വെളിപ്പെട്ട കാര്യമൊക്കെ അംഗീകരിക്കുക. ആദ്യം നീ പറ, നീ എങ്ങനെ രക്ഷിക്കപ്പെട്ടെ? അവൻ പാപത്തെ തള്ളാതെയാണ് സംസാരിക്കുന്നതെങ്കിൽ ശ്രദ്ധിച്ചോണം, അത് മറ്റൊരാത്മാവാണ്. പാപത്തെ തള്ളുന്നില്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം, ഈ ലോകത്തെ വെറുക്കാതെയാണ് അവന്റെ വാക്കുകളെങ്കിൽ ശ്രദ്ധിച്ചോണം. അവന്റെ ജഡ സ്വഭാവത്തിന് ഇടർച്ച വരുന്ന കാര്യങ്ങളല്ല അവന്റെ വായിൽ നിന്ന് വരുന്നതെങ്കിൽ അവനെ സൂക്ഷിച്ചോണം. നമ്മളെല്ലാ വിഷയത്തിന്റെ അകത്ത് ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒത്തിരി പേരുണ്ട്. എല്ലാ വിഷയത്തിന്റെ അകത്ത് ചെന്ന് ഒന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് ചെന്ന് നിൽക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ആ വ്യക്തി യോഗ്യനാണോ എന്ന് ആദ്യം നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കണം. സ്തോത്രം. നമ്മൾ കേൾക്കുന്നിടത്തെല്ലാം ചെന്ന് പ്രാർത്ഥിക്കുന്നു പറയരുത്. കാര്യം ഏത് ആത്മാവാണെന്ന് ആദ്യം നമ്മൾ വിവേചിച്ച് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒന്നാമത്തെ വിഷയം പറഞ്ഞു ആദ്യം മുതൽ. അതിൽ നമ്മൾ വായിച്ച ഭാഗത്തൊന്ന് വായിച്ചേ. മറ്റൊരു ഭാഗം വേഗം എടുത്ത് നമുക്ക് തീർക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് അവന്റെ നാമനിമിത്തം പാപങ്ങളെ മോചിച്ചിരിക്കാൻ വായിച്ചോ. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. അടുത്ത് ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് വരുമ്പോൾ പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തെക്കുറിച്ച് വസിക്കുന്ന വ്യക്തിക്ക് വെളിപ്പെടുത്തി കൊടുക്കും. പുത്രനെ വെളിപ്പെടുത്തി കൊടുക്കും. യേശു ക്രിസ്തു 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു, അല്ലേ? 3.5 വർഷം പരസ്യ ശുശ്രൂഷ ചെയ്തു. ഈ 3.5 വർഷക്കാലം 30-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. എന്നാൽ അതേ കർത്താവ് തന്നെ 12-ാമത്തെ വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് അന്ന് ആലയത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജ്ഞാനികളായിരിക്കുന്ന പല വ്യക്തികളോട് സംസാരിച്ചു, മുതിർന്നവരോട് സംസാരിച്ചു. അവരോട് സംസാരിക്കുകയും തർക്കിക്കുകയും എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ കണ്ട് അപ്പനും അമ്മയാവുന്ന യോസേഫും മറിയയും കണ്ട് ആശ്ചര്യപ്പെട്ടു. എൻ്റെ കൊച്ചു തന്നെയാണ് എഴുതുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ തന്നെ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. പക്ഷെ അവനിലെ പൂർണ്ണ ദൈവത്തിന് പൂർണ്ണമായിട്ടും പിതാവിന്റെ പദ്ധതി എന്നാണെന്നറിയാം. സ്തോത്രം. താൻ കൽപ്പന കൊടുക്കുകയും സ്തോത്രം ന്യായപ്രമാണം ലഭിക്കുകയും ചെയ്ത യഹൂദ ജനത്തോട്, അവരിൽ ജ്ഞാനികളോട് സംസാരിക്കുമ്പോൾ സ്തോത്രം പലർക്കും ഇവന്റെ ജ്ഞാനത്തോട് സംസാരിക്കുവാനും സ്തോത്രം ഈ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കുവാനും കഴിയാത്ത നിലവാരം 12-ാമത്തെ വയസ്സിൽ കണ്ടു. അതിനുശേഷം പുത്രനാകുന്ന യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ വെളിപ്പെടുന്നത് വരെയും 30 വയസ്സ് വരെ യേശു ക്രിസ്തു പോയി മാതാപിതാക്കന്മാർക്ക് കീഴ്പ്പെട്ടിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? 30-ാമത്തെ വയസ്സിലാണ്. അതുവരെ യോഹന്നാൻ സ്നാപകൻ ശക്തമായി യോർദാനിൽ ശുശ്രൂഷിച്ചോണ്ട് നിൽക്കുകയാണ്, ശക്തമായിട്ട് സകലരും. അപ്പോൾ എലിശബേത്തും അതുപോലെ തന്നെ അവിടെ എലിശബേത്തിൽ നിന്ന് ഈ സ്തോത്രം യോഹന്നാൻ ജനിച്ചു. അതുപോലെ സെക്കരിയാവിന് ദർശനം കിട്ടിയതൊക്കെ പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിൽ നിൽക്കുന്നത് ഈ യോഹന്നാൻ സ്നാപകനാണോ ക്രിസ്തു? ആ ചിന്താഗതിയിലാണ് ലോകം പോയിക്കൊണ്ടിരുന്നത്, യഹൂദന്മാർ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്.
എന്നാൽ അതിന് ശേഷമാണ് യോഹന്നാൻ ആരാണെന്ന് യോഹന്നാൻ പറഞ്ഞു. യോഹന്നാൻ ആരാണെന്ന് യോഹന്നാൻ എങ്ങനെയാ പറഞ്ഞത്? എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ കാലിലെ ചെരുപ്പ് അതിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ പറഞ്ഞാണ് യോഹന്നാൻ സ്നാപകൻ ശുശ്രൂഷയിൽ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തനിക്ക് പിന്നാലെ ആര് വരും? യേശുക്രിസ്തു വരും. യേശുക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ട വ്യക്തി ആരാണ്? അത് യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകൻ കാണിച്ചു കൊടുക്കണം, ഈ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു, ദൈവത്തിന്റെ പ്രിയപുത്രൻ എന്ന് പറയുന്നത് ഈ വ്യക്തിയാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഡ്യൂട്ടി ആയിരുന്നു യോഹന്നാൻ സ്നാപകൻ ഇരുന്നത്. എന്നാൽ ആ ദൗത്യം യേശുക്രിസ്തുവിന്റെ 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ വെച്ച് കണ്ടു. യോർദാനിലേക്ക് സ്നാനമേൽക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു ഇറങ്ങിയപ്പോൾ സ്നാനപ്പെട്ട് കയറിയ ഉടനെ പരിശുദ്ധാത്മാവ് പ്രാവെന്ന വണ്ണോ സ്വർഗത്തിൽ നിറങ്ങി യേശുക്രിസ്തുവിന്റെ മേൽ വസിക്കുന്നത് യോഹന്നാൻ കണ്ടു. അപ്പോൾ മനസ്സിലായി തന്റെ ശുശ്രൂഷ അവിടെ പൂർണ്ണം ആയി. അവിടെ ആ ശുശ്രൂഷ പൂർണ്ണമായി. ഇനി എന്താണ് ചെയ്യുന്നത്? ഇനി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിലേക്കാണ് അവിടെ ലോകത്തിലേക്ക് വരുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു 3.5 വർഷക്കാലം ഈ ഭൂമിയിൽ ശുശ്രൂഷിച്ചു. അതിന്റെ പൂർണ്ണതയാണ് കാൽവറിയിൽ ദൈവപുത്രനാകുന്ന യേശുക്രിസ്തു അറുക്കപ്പെടുവാൻ ഇടയായി തീർന്നത്. ഈ വലിയ പദ്ധതിയെ നമ്മൾ വെളിപ്പെടുത്തി പറയണം. ഈ വെളിപ്പെടുത്തി പറയണമെന്നുള്ള പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് അതിനെ വെളിപ്പെടുത്തി പറയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ വിഷയം നമ്മൾ പറഞ്ഞു, പാപങ്ങളെ മോചിച്ചിരിക്കാൻ. രണ്ടാമത് എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞേ? ആദ്യം മുതലുള്ളവനെ അറിഞ്ഞിരിക്കാൻ. മൂന്നാമത് എന്താണ് പറയുന്നത്? ദുഷ്ടനെ ജയിച്ചിരിക്കാൻ. അടുത്ത വായിച്ചേ. കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കാൻ. അടുത്തത് വായിച്ചേ. അറിഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കണം, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും. അപ്പോ ആരാണ് ദൈവശബ്ദം കേൾക്കുന്നത്? ഈ പറഞ്ഞ ഇത്രേ കാറ്റഗറി, ഇത്രേ ഘടകങ്ങളിൽ ജയിച്ചവരും അറിഞ്ഞവരും ഗ്രഹിച്ചവരോടാണ് ദൈവം വീണ്ടും ഇടപെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് വ്യക്തമായിട്ട് പറയാം, നിങ്ങൾ ബാല്യക്കാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എന്താ കാരണം? നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാൻ. എങ്ങനെയാ ദുഷ്ടനെ ജയിക്കുന്നത്? വചനം. അപ്പൊ വചനം വസിക്കുന്നവർക്ക് മാത്രമേ ദുഷ്ടനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. പിശാചിനെ ജയിക്കുവാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വചനം ഉള്ളിൽ വേണം. ആ വചനം നിങ്ങളെ ബലപ്പെടുത്തുന്നതായിരിക്കണം. ആ വചനം നിന്റെ രക്ഷയെക്കുറിച്ച് പറഞ്ഞാൽ നീ വെളിപ്പെടുത്തും. ആ വചനം ആദ്യം മുതലുള്ളവരെ വെളിപ്പെടുത്തും. ആ വചനം പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കേണ്ടത് എങ്ങനെയെന്ന് വെളിപ്പെടുത്തും. ആ വചനം വസിച്ചെങ്കിൽ മാത്രമേ ജയിക്കുകയുള്ളൂ. അത് പരിശുദ്ധാത്മാവിനാൽ മാത്രം സാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടെ ചലിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ മേഖലകളിൽ ജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ വായിച്ച നമ്മുടെ കുറിവാക്യം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിന് 4-ാം അധ്യായം. സ്തോത്രം. അവിടെ സ്തോത്രം അതിന്റെ 18-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്നേഹത്തില് ഭയമില്ല. അടുത്തത് ഭയത്തിന് ദണ്ഡനം ഉള്ളതിനാൽ തികഞ്ഞ സ്നേഹം. അപ്പൊ ആരാണ് ക്രിസ്തുവിൽ വന്നിട്ടും ഭയം ജീവിതത്തിൽ അനുഭവിക്കുന്നത്? തികഞ്ഞ സ്നേഹം ഹൃദയത്തിൽ വരാത്തൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ദണ്ഡനത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. എന്നാൽ ആ വചനം എന്താ പറയുന്നത്? ഒന്നുകൂടെ വായിച്ചേ. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്ന താൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. ഈ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു, സഹോദരനെ സ്നേഹിക്കാത്തവനൊന്നും സ്നേഹത്തിൽ വസിക്കുന്നില്ല. ഇങ്ങനെ സ്നേഹത്തെ കുറിച്ച് ഒത്തിരി വിഷയങ്ങൾ പറയാം. അപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു, പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനാകുന്ന യേശു
യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസം. അപ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത് തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ച ആ സ്നേഹമാണ് അവിടെ വെളിപ്പെടുന്നത്. അപ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച ആ വലിയ സ്നേഹം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുക നിമിത്തം മനസ്സിലാകണം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പോൾ തന്നെ ഏകജാതനെ ലോകത്തിൽ അവതരിപ്പിച്ച വിധം എന്തെന്ന് ഗ്രഹിക്കാത്ത ഒരു വ്യക്തി വീണ്ടും ദണ്ഡനത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആരാണ് ശത്രുവാകുന്ന പിശാചിനെ ജയിക്കുന്നത്? സ്വന്തം വചനം നിങ്ങൾ വസിക്കുകയാലും നിങ്ങൾ ശത്രുവിനെ ജയിച്ചിരിക്കുകയാലും. ആരാണ് സ്വത്രം ശത്രുവിന്റെ പ്രവർത്തികളെ ജയിക്കുവാൻ ഇടയായിത്തീരുന്നത്? ദൈവവചനം ഹൃദയത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പിശാചിന്റെ പ്രവർത്തികളെ ജയിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അടുത്ത വാക്യം വായിച്ചാട്ടെ. അടുത്ത വാക്യം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു. അടുത്തത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയും. അപ്പോൾ മനസ്സിലാക്കണം എങ്ങനെയാണ് സഹോദരന്റെ വിഷയം. നമ്മൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, സഹോദരനെ സ്നേഹിക്കാത്തൊന്നും ദൈവത്തിൽ നിന്ന് വന്നതല്ല. ഒന്ന്. രണ്ടാമത്തെ, ഈ സഹോദരനെ വീണ്ടെടുത്ത ഒരു പുവൻ സ്വർഗത്തിലുണ്ട്. അവൻ മറ്റൊരു യജമാനന് കീഴിലാണ് ഇരിക്കുന്നത്. ആ യജമാനന് കീഴിലിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും ദൈവ സ്നേഹത്തിൽ തിരിഞ്ഞവരായിട്ട് തീരും. ആമേൻ, ഹല്ലേലൂയ. സ്തോത്രം. ഇരിക്ക് സ്തോത്രം. ഇരിക്ക് ഒന്നുമല്ല, ഇരിക്ക്. സ്തോത്രം. വായിച്ചേ. സ്തോത്രം. നിർത്തുക. ഹല്ലേലൂയ. വായിച്ച അടുത്ത വാക്യം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്തവൻ കള്ളനാകുന്നു. അപ്പോൾ സഹോദരനെ പകയ്ക്കുക, സഹോദരനെ ദൂഷിക്കുക, ഇത് രണ്ടും ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്നല്ലെന്നാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പോൾ ഈ സ്നേഹം മനസ്സിലാക്കണം. ഇത് തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ പിതാവ് സകലരുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പാപക്ഷമ കിട്ടിയ ഒരു വ്യക്തി അതേ നിലവാരത്തിൽ മറ്റുള്ളവരോട് അകൃത്യങ്ങളെ ക്ഷമിക്കുവാനായിട്ട് ഇടയാകണം. ഇല്ലെങ്കിൽ അത് ദൈവ സ്നേഹത്തിൽ നിന്നല്ല വരുന്നെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നു. അപ്പോൾ ആ സ്നേഹം എന്താണ്? തന്റെ ഏകജാതനെ ലോകത്തിലേക്ക് നൽകിയ ആ വലിയ സ്നേഹമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അടുത്ത വാക്യം വായിച്ചേ. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നില്ല. അപ്പൊ കാണപ്പെടുന്ന ദൈവത്തെ, കാണുന്ന പരിശുദ്ധനെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുവാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. അപ്പോൾ നാം എങ്ങനെയാണോ വീണ്ടെടുക്കപ്പെട്ടത് ആ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്കരെ നാട് നമുക്ക് സ്വന്തം നേടുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ദൈവസ്ഥൻ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് സമർപ്പിക്കാം. സ്വന്തം ഈ വചനങ്ങളെ സ്വർഗ്ഗം നിങ്ങളെ അനുഗ്രഹിക്കുമാറായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവസ്ഥൻ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ ദാനങ്ങളെ